ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരകത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സ്റ്റെഫി ആണെങ്കിൽ രണ്ടും കൽപ്പിച്ച് സ്റ്റെഫിയുടെ കൂട്ടുകാരുമായിട്ട് നേരെ പോകുന്നത് ഈ പറയുന്ന കാർത്തികയുടെ കമ്പനിയിലേക്ക് തന്നെയാണ്. അപ്പൊ ലക്ഷ്മിയമ്മയും കാർത്തികയും ആണെങ്കിൽ ഇതൊന്നും അറിയാതെ കമ്പനിയിൽ എത്തുന്നുണ്ട്. അവര് നല്ല നിരീക്ഷണത്തിലും കാര്യങ്ങളെല്ലാം ഒക്കെ തന്നെയാണ്. അവിടെ ആര് വരുന്നു, സെക്യൂരിറ്റിയോടൊക്കെ നല്ല രീതിയിൽ നിരീക്ഷിക്കണമെന്നും ആര് പുറത്തുനിന്ന് ആര് വന്നാലും കയറ്റരുതെന്നും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ തലേ ദിവസം രാത്രി തന്നെ സ്റ്റെഫി അതിൻ്റെ അകത്ത് കയറി കൂടുകയും അതുപോലെ നമ്മുടെ കാർത്തികയുടെ ആ ക്യാബിൻ്റെ അടിയിൽ അവിടെ വന്ന് ഒളിച്ചിരിക്കുകയും ആ ടേബിളിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കിരൺ ആയൊരു സത്യം കണ്ടെത്തുകയാണ്. അവിടുത്തെ CCTV ദൃശ്യത്തിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമായി കിരൺ കാണുന്നുണ്ട്. ഇവള് ഗംഗപ്രസാദിന്റെ കൂട്ടാളികളും അതുപോലെ സ്റ്റെഫിയും കൂടിയിട്ട് അവിടേക്ക് 2 വീലറിൽ വരുന്നതും അവര് മതിൽ ചാടി അകത്തേക്ക് കടക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവൻ കാണുകയാണ്. പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ചാടി എഴുന്നേറ്റ് ഓടിപ്പോവുകയാണ്. അപ്പൊ കല്യാണി ചോദിക്കുന്നുണ്ട്, എന്താ പറ്റി കിരണേട്ട, എന്താ എന്ന് ചോദിക്കുമ്പോൾ വന്നിട്ട് പറയാൻ കല്യാണി എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. അങ്ങനെ പോകുന്നത് നേരെ ഈ പറയുന്ന കബിനിലോട്ട് തന്നെയാണ്. അപ്പൊ അവിടെയാണെങ്കിൽ ലക്ഷ്മി അമ്മയും കാർത്തികയും കൂടിയിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. ആദ്യം ലക്ഷ്മി അമ്മയുടെ അവിടെയാണ് ഇരിക്കുന്നത്, ആ സ്ഥലത്ത്. അങ്ങനെ ലക്ഷ്മി അമ്മ പറയുന്നുണ്ട്, സ്റ്റെഫി എന്ന് പറയുന്നതിനെ സൂക്ഷിക്കണം, അവള് എന്തിനും പോന്നിട്ടാണ് നടക്കുന്നത്, ഗംഗപ്രസാദ് അവന്റെ ഇത് തന്നെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗംഗപ്രസാദിനെ കൊന്നു കുഴിച്ചിട്ടത് കിരണാണെങ്കിലും കിരണ് പോലും അറിയാതെ അവിടെ നിന്നും ചന്ദ്രസേനൻ സാറ് അവിടെ നിന്നും ആ ബോഡി എടുത്ത് മാറ്റിയതാണ്. അതുകൊണ്ട് തന്നെ അവരൊക്കെ നമ്മളെ നിരീക്ഷിച്ചിട്ട് നമ്മൾക്ക് വേണ്ടി കാവലായി അവർ നിൽക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അവന്റെ ശത്രു എന്ന് പറയുന്നത് നമ്മളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്റ്റെഫിയുടെയും ശത്രു നമ്മൾ തന്നെയായിരിക്കും. അതിനുശേഷമാണല്ലോ, നമ്മളെ പരിചയപ്പെട്ടതിന് ശേഷമാണല്ലോ കിരണും കല്യാണി അവരൊക്കെ ഈ പറയുന്ന ഗംഗപ്രസാദിന്റെ ശത്രുവായത്. അപ്പൊ അവർ നമ്മൾ തന്നെയായിരിക്കും ഇല്ലാതാക്കാൻ നോക്കുന്നത്. പിന്നെ മനോഹർ എന്തായാലും ജയിലിലോട്ട് പോയല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാണ്. അതിനുശേഷം നമ്മുടെ കാർത്തികയാണെങ്കിൽ അവളുടെ ആ ടേബിളിൻ്റെ അരികിലേക്ക് വരികയാണ്. അവിടെയാണെങ്കിൽ കത്തിയും പിടിച്ചിരിക്കുന്നുണ്ട് നമ്മുടെ സ്റ്റെഫി. പക്ഷേ കാര്യങ്ങളൊക്കെ സ്റ്റെഫി വിചാരിക്കുന്ന പോലൊന്നും നടക്കുന്നില്ല, ആകെ തകിടം മറിയുന്നുണ്ട്. എന്തായാലും അവിടേക്ക് പാഞ്ഞെടുക്കുകയാണ് നമ്മുടെ കിരൺ വന്നിട്ട് വേഗം തന്നെ ഈ പറയുന്ന സ്റ്റെഫിയെ ഈ ടേബിളിൻ്റെ അടിയിൽ നിന്ന് വലിച്ചു പിടിച്ച് കൊണ്ടുവരികയാണ്. അപ്പോഴായിരിക്കും കാർത്തികയും ലക്ഷ്മി അമ്മയും അവളെ കണ്ട് ഞെട്ടിപ്പോകുന്നത്. കിരൺ, ഇവൾ എങ്ങനെ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതെ, ഇവളിവിടെ തലേദിവസം തന്നെ വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ ഇവളെ കണ്ടുപിടിച്ചത് കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ആരെങ്കിലും ഒന്നില്ലെങ്കിൽ 2 പേരെയും ഇവളെ ഇല്ലാതാക്കിയേനെ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്തായാലും സെക്യൂരിറ്റിയൊക്കെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. കിരൺ, നിങ്ങളൊക്കെ എവിടെ നോക്കിയിരിക്കുകയാണ്, ഇവള് പിന്നാമ്പുറത്തു കൂടെ വന്ന് ഇവിടെ അകത്ത് കയറി ഇരിക്കുകയാണ്, നിങ്ങൾക്കൊക്കെ എന്തിനാ ശമ്പളം തരുന്നതൊക്കെ ചോദിച്ചിങ്ങനെ വഴക്ക് പറയുന്നുണ്ട്. അതുപോലെ പ്രത്യേകിച്ച് നമ്മുടെ ലക്ഷ്മി അമ്മയൊക്കെ തന്നെ സെക്യൂരിറ്റിയെ വഴക്ക് പറയുകയാണ്. എന്തായാലും അവളെ തല്ലിയിട്ട് അവിടെ നിന്നും കൈ കെട്ടിയിട്ട് അവിടെ നിന്നും കൊണ്ടുപോവുകയാണ്. നമ്മുടെ ഗംഗപ്രസാദിന്റെ അതേ വിധി തന്നെയാണ് സ്റ്റെഫിക്കും വിധിക്കാൻ പോകുന്നത്. അവളെ ഇതുപോലെ തന്നെ കാടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകണം. അവളെ തല്ലി ചതച്ച് അവളെ വായയില് തുണി തിരികെ, അതായത് നമ്മുടെ രാഹുലിനെ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ അങ്ങനെ തുണി തിരികിയതിന് ശേഷം അവളെ പിന്നിലോട്ട് കൈകളും കാലുകളും കൂട്ടിക്കെട്ടി നിൽക്കാണ്. മുട്ടില് കുത്തിയിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് നമ്മുടെ സ്റ്റെഫി. അവൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അവിടെ. അപ്പൊ ആ സമയത്ത് പറയുന്നുണ്ട്, എന്തായാലും നീ ഉടനെ തന്നെ നിന്റെ കാമുകന്റെ അരികിലേക്ക് പോകും, പിന്നെ ആത്മാക്കൾക്ക് നടന്ന കാര്യങ്ങളൊക്കെ തന്നെ പെട്ടെന്ന് അറിയാൻ പറ്റും, അതുകൊണ്ട് നീ അറിയും ഗംഗപ്രസാദ് എങ്ങനെയാണ് ഈ ഭൂമിയിൽ നിന്ന് പോയതെന്ന സത്യം നീ അറിയും. അത് നിനക്ക് അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവും. പിന്നെ തന്നെയല്ല, ഈ പറയുന്ന വേലുവിന്റെ നാട്ടിൽ പോയിട്ട് അവൻ എന്ത് കാര്യമാണ് അവിടെ ചെയ്തു കൂട്ടിയത് എന്നുള്ള കാര്യവും നീ മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ നീ ഒരിക്കലും, അതിപ്പോ നമ്മുടെ വേലുവിന്റെ ഭാര്യയായിട്ടുള്ള അവളുടെ കാര്യം, അമലുവിന്റെ കാര്യമാണ് പറയുന്നത്. അമലുവിനെ ഗർഭിണിയാക്കിയല്ലോ, അതാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നീ ഒരിക്കലും അവിടെ ആത്മാവായി നീ ചെന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ഗംഗപ്രസാദിന്റെ ആത്മാവിനെ കൈ പിടിക്കില്ല, നീ അവനെ വെറുക്കുകയുള്ളൂ ആ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ എന്നിങ്ങനെ പറയും. ഞങ്ങളായിട്ട് ആ സത്യം എന്തായാലും പറയുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം കയ്യിലൊരു പന്തമുണ്ട് കിരണിന്റെ കയ്യിൽ. അങ്ങനെ ആ പന്തം കത്തിച്ചിട്ട് നേരെ നമ്മുടെ സ്റ്റെഫിയുടെ അരികിലേക്ക് വരികയാണ്. സ്റ്റെഫി ആണെങ്കിൽ
വായിലെ തുണി അവപ്പം മാറ്റുന്നുണ്ട്. അവളിങ്ങനെ ഓളിയെടുക്കുകയാണ്, അയ്യോ എന്ന് പറഞ്ഞിട്ട് ഓളിയെടുക്കുന്നുണ്ട്, കരയുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും ആ തുണി ഇതാക്കിയിട്ട് എന്തായാലും അവളെ ആ കാട്ടിൽ വെച്ച് കത്തി നശിപ്പിക്കുകയും അതുപോലെ തന്നെ മൃഗങ്ങൾക്ക് തീറ്റയാവുകയും ചെയ്യുന്നുണ്ട്. ഈ രാഹുലിന് എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ. അങ്ങനെ അതിനുശേഷമാണെങ്കിലും അവരവിടെ നിന്നും പോരുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്നൊരു സന്തോഷത്തിൽ നമ്മുടെ ലക്ഷ്മി അമ്മയും കാർത്തികയും ഉണ്ട്. അവരെന്തായാലും കിരണും നന്ദി പറയുകയും ചെയ്യണം. അങ്ങനെ തിരികെ വന്നതിന് ശേഷമായിരിക്കും കല്യാണി സത്യങ്ങളൊക്കെ അറിയുന്നത്. അങ്ങനെ കല്യാണിയോട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കല്യാണിക്കും ആദ്യം വിഷമൊക്കെ ആവുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ. അങ്ങനെ കല്യാണിക്കും പിന്നെ ആ ഒരു ശല്യം ഒഴിവായി പോയല്ലോ എന്നുള്ള സന്തോഷവുമാണ്. അതുപോലെ ചന്ദ്രസേനോടും കാര്യങ്ങളൊക്കെ അറിയിക്കണം. ചന്ദ്രസേന പറയുന്നുണ്ട്, മോൻ ഇതിന്റെ പേരിൽ ഒരു ടെൻഷനും അടിക്കേണ്ട, എന്ത് വന്നാലും അച്ഛൻ നോക്കിക്കോളാം എന്ന് അച്ഛൻ മകന് ഉറപ്പ് കൊടുക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ അതിനുശേഷമാണ് ഈ പറയുന്ന വിക്രം ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് കേട്ടോ. അങ്ങനെ വിക്രം പുറത്തിറങ്ങിയതിന് ശേഷം എന്തായാലും നമ്മുടെ ഇവൻ മനോഹർ ജയിലിന്റെ അകത്ത് നല്ല സന്തോഷവാനായിട്ട് തന്നെ നടക്കുകയാണ്. അപ്പോൾ വിക്രത്തിന് സംശയം, ഇവൻ എന്തിനെത്ര സന്തോഷിക്കാനുള്ളതെന്നിങ്ങനെ. അപ്പൊ സരയു വന്നു പോയതിന്റെ പുറകെയാണ് അവന്റെ സന്തോഷം. സരയു തന്നെ വിശ്വസിച്ചു, സരയു തന്നെ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുണ്ട്. കുഞ്ഞിനെ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു സന്തോഷം കാര്യങ്ങളുമാണ് മനോഹറിന്റെ മുഖത്തുള്ളത്. പക്ഷേ ഉടനെ തന്നെ ആ സത്യം വിക്രവും അറിയുന്നുണ്ട്. വിക്രം എന്തായാലും ദേഷ്യം വരികയാണ് സരയുവിനോടൊക്കെ. അങ്ങനെ പുറത്തിറങ്ങിയതിന് ശേഷം സരയും വിക്രവും തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോ മനോഹറിന്റെ സൈഡായില്ലേ, മനോഹറിനെ നീ ഇത്രയും വെറുത്തിരുന്നതിന്റെ ഈ മനോഹറിനെ നിനക്ക് കുഞ്ഞിനെ കാണിച്ചു കൊടുക്കാൻ നീ സമ്മതിച്ചു അല്ലേ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ സരയു പറയുന്നുണ്ട്, വിക്രം ഇതൊക്കെ ഒരു നാടകമാണ്, നീ മാത്രം ഇതറിഞ്ഞാൽ മതി. എന്തായാലും ഈ പറയുന്ന എല്ലാവരോടും ഞാൻ കാണിക്കുന്നത് നാടകം തന്നെയാണ്. എൻ്റെ അച്ഛനെ കൊന്നു തള്ളിയത് ആ കിരൺ എന്ന് പറയുന്നവനാണ്. അല്ലാതെ എൻ്റെ അച്ഛൻ ഒരിക്കലും തനിയെ കാട്ടിലോട്ട് പോകില്ല മൃഗങ്ങൾക്കരികിലേക്ക്. എൻ്റെ അച്ഛനെ തല്ലിക്കൊന്ന് അവൻ അവിടെ കൊണ്ടുവന്ന് ഇട്ടതായിരിക്കുള്ളൂ, അല്ലാതെ തല്ലിയിട്ട് അവിടെ കൊണ്ടുവന്ന്, അല്ലാതെ എൻ്റെ അച്ഛൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. പിന്നെ എൻ്റെ അച്ഛൻ ആഗ്രഹിച്ചു എന്നൊരു കാര്യം എന്ന് പറയുന്നത് ഞാനും കിരണുമായിട്ടുള്ള വിവാഹമാണ്. അതുകൊണ്ട് തന്നെ ആ ആഗ്രഹം നടത്താൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നീ ഇനി കൊല്ലാൻ മുതിരുന്ന കൂട്ടത്തിൽ കിരണിനെ മാറ്റി നിർത്തിക്കൊള്ളണം. കിരൺ വേണ്ട, അവനെ ഞാൻ എൻ്റെ സ്വന്തമാക്കും. കല്യാണിയെ നീ കൊന്നു കളഞ്ഞേക്ക്. കാരണം അവൾ വന്നതിന് ശേഷമാണ് നമ്മുടെയൊക്കെ ജീവിതം ഇങ്ങനെയൊക്കെ ആയത്. അതുകൊണ്ട് അവളെ മാത്രം നീ ടാർഗറ്റ് ചെയ്താൽ മതി. അതിന് വേണ്ടിയിട്ട് എത്ര പണം മുടക്കാനും ഞാൻ തയ്യാറാണ്. നീ പിന്നെ നമ്മൾ തമ്മിൽ ഇതുപോലെ നേരിട്ടുള്ള കൂടിക്കാഴ്ചകളൊന്നും തന്നെ വേണ്ട എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന വിക്രത്തിനും ഒടുവിലും കിരണിന്റെ കൈകൊണ്ട് തല്ലി ചതയ്ക്കുകയും നമ്മുടെ ഇവൻ തന്നെ പ്രകാശനായിരിക്കും ഒരു പക്ഷെ ആ വിക്രത്തിന്റെ ജീവൻ എടുക്കുന്നത്. എന്തായാലും വിക്രത്തിനും ഒന്നും നടക്കില്ല. എന്തായാലും അവരുടെ ശത്രുക്കൾ ഓരോരുത്തരായിട്ട് കൊന്നു തള്ളുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമായിരിക്കും സരയുവിനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ തിരിച്ചറിയുന്നത്. സരയുവിന്റെ മനസ്സിൽ എന്താണെന്നും സരയു എന്തെല്ലാം ദുഷ്പ്രവർത്തികളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും കല്യാണിയെ കൊല്ലാൻ വേണ്ടിയിട്ട് അച്ഛന് കൂട്ടുനിന്ന കാര്യങ്ങളും വിക്രത്തിന് പണം കൊടുത്ത് കല്യാണിയെ കൊല്ലാൻ ആവശ്യപ്പെട്ട കാര്യങ്ങളും അതുപോലെ മനോഹറിനെ ഇപ്പോൾ ശരിക്കും ഉള്ളൊരു സ്നേഹമല്ല, അതും ഒരു അഭിനയമാണ്, കുഞ്ഞിനെ കാണിച്ചു കൊടുക്കണം എന്നൊക്കെ ഉള്ളത് കിരണിന്റെ മനസ്സ് കീഴടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നാടകമാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ എല്ലാവരും അറിയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം നമ്മുടെ സരയുവിനെയും അടിച്ചു താഴ്ത്തുകയാണ്. സരയുവിനെ വീട്ടിൽ നിന്നും കമ്പനിയിൽ നിന്നും ഒക്കെ അടിച്ചിറക്കുന്നുണ്ട്. ഇവനെ കിട്ടില്ല, കിരണിനെ കിട്ടില്ല എന്ന് മനസ്സിലാക്കിയ സരയുവിന്റെയും സമനില തെറ്റിപ്പോവുകയാണ്. അവൾ ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ അങ്ങനെ നടക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കുഞ്ഞിനെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോയിട്ട് കല്യാണിയും കിരണും മനോഹറിനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഭാഗമൊക്കെയാണ് ക്ലൈമാക്സോടുകൂടി അവസാനിക്കാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.